نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ രണ്ട് കല്ലുകൾ എടുത്തുകൊണ്ട് ഫവദഅ അഹദഹുമാ അലൽ ആഖർ, ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് വെച്ചുകൊണ്ട് തൻ്റെ കൂടെയുള്ള അനുചരന്മാരോട് ചോദിക്കുകയുണ്ടായി, ഹൽ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനൻ നൂർ, ഞാൻ ഈ ചേർത്ത് പിടിച്ചിട്ടുള്ള രണ്ടു കല്ലുകൾക്കിടയിൽ നിങ്ങൾ പ്രകാശം കാണുന്നുണ്ടോ? അഥവാ ചേർത്തു വെക്കപ്പെട്ട കല്ലുകൾക്കിടയിലൂടെ ഏതെങ്കിലും നിലക്ക് ഒരു പ്രകാശം നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ആ സമയത്ത് അവർ തിരിച്ചു ചോദിച്ചു എന്നാണ്, യാ അബാ അബ്ദില്ല മാ നറാ ബൈനഹുമാ മിനൻ നൂരി ഇല്ലാ ഖലീല. അവർ തിരിച്ച് അദ്ദേഹത്തോട് പറയുകയാണ്, ഞങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ വിടവ് കാണാൻ സാധിക്കുന്നത്, പ്രകാശം കാണാൻ സാധിക്കുന്നത് വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ്. വല്ലദീ നഫ്സി ബിയദിഹി, ആ സമയത്ത് അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്, അല്ലാഹുവാണ് സത്യം, ലതദ്ഹറന്നൽ ബിദ്അ ഹത്താ ലാ യുറാ മിനൽ ഹഖ് ഇല്ലാ ഖദ്റു മാ ബൈന ഹാദൈനിൽ ഹജറൈനി മിനൻ നൂർ. ജനങ്ങൾക്കിടയിൽ ബിദ്അത്തുകൾ വ്യാപിക്കും, ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ വ്യാപിക്കും. ഇത് പറയുന്നത്, പഠിപ്പിക്കുന്നത് സ്വഹാബത്തിൽ പ്രഗത്ഭനായ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം തന്നെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ജനങ്ങൾക്കിടയിൽ പുത്തനാചാരങ്ങൾ, ദീനിലില്ലാത്ത കാര്യങ്ങൾ വ്യാപിക്കും. എത്രത്തോളം എന്നറിയുമോ? നിങ്ങൾ ഈ ചേർത്തു പിടിക്കപ്പെട്ട കല്ലുകൾക്കിടയിൽ എത്രമാത്രം പ്രകാശം കാണുന്നുണ്ടോ അത്രമാത്രം ഹക്ക് ചുരുങ്ങിപ്പോകും. അതിനുശേഷം അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ലതഫ്ശുവന്നൽ ബിദ്അു ഹത്താ ഇദാ തുരിക മിൻഹാ ശൈ. അല്ലാഹുവാണ് സത്യം, ബിദ്അത്ത് വ്യാപിക്കും. അത് ഏതെങ്കിലും ഒരു ബിദ്അത്ത് ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ളത് ഒഴിവാക്കപ്പെട്ടാൽ ഖാലൂ തുരികത്തി സുന്ന, ആളുകൾ പറയാൻ തുടങ്ങും, കണ്ടോ ഇയാൾ സുന്നത്ത് ഉപേക്ഷിച്ചിരിക്കുന്നു.
ഇയാൾ ഉപേക്ഷിച്ചിരിക്കുന്നത് സുന്നത്താണ് എന്ന് ജനങ്ങൾ പറയുമാറ് ജനങ്ങൾക്കിടയിൽ ബിദ്അത്തുകൾ വ്യാപിക്കുമെന്നാണ്. അഥവാ സുന്നത്തേത് എന്നും ബിദ്അത്തേത് എന്നും തരംതിരിക്കാൻ സാധിക്കാത്ത രൂപത്തിൽ അത് ജനങ്ങൾക്കിടയിൽ ഹക്ക് ബാത്തിലുമായി കൂടിക്കലർന്ന് അത് മനസ്സിലാക്കാൻ പറ്റാത്ത രൂപത്തിൽ അത്രമാത്രം അത് വ്യാപിക്കുമെന്നാണ് ഈ ഖൗലിലൂടെ അദ്ദേഹം പഠിപ്പിച്ചു നൽകുന്നത്. സഹോദരന്മാർ, നമ്മൾ ചിന്തിക്കേണ്ടതും പഠിക്കേണ്ടതും ഇങ്ങനെ ബിദ്അത്തുകളും തിന്മകളുമൊക്കെ ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കാഴ്ചപ്പാടുള്ളവരായിരിക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് അബൂദർദാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് കാണാം. അദ്ദേഹം പറയുകയാണ്, ലൗ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈക്കും, പ്രവാചകനെങ്ങാനും നിങ്ങളിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ, പ്രവാചകന്റെ മരണശേഷമാണ് അദ്ദേഹം ഇത് പറയുന്നത്, പ്രവാചകനെങ്ങാനും നിങ്ങൾ ഈ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് കടന്നു വന്നിരുന്നുവെങ്കിൽ മാ അറഫ ശൈഅൻ മിമ്മാ കാന അലൈഹി ഹുവ വഅസ്ഹാബുഹു ഇല്ല സ്സലാ, നിങ്ങൾ ഇപ്പോൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് പലതിനെ സംബന്ധിച്ചും പ്രവാചകന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നില്ല. നമസ്കാരമല്ലാതെ പ്രവാചകനും സ്വഹാബത്തും നിർവഹിച്ചിരുന്നതിൽ നിന്ന് മറ്റൊന്നും കണ്ടെത്താൻ സാധിക്കുമായിരുന്നില്ല എന്നാണ്. അത്രമാത്രം ബിദ്അത്തുകൾ വ്യാപിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നതിൻ്റെ കാര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഏത് കാലഘട്ടത്തിലാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹം സ്വഹാബികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലാണത് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഇത്രമാത്രം ജനങ്ങൾക്കിടയിൽ ബിദ്അത്തുകൾ, പുത്തനാചാരങ്ങൾ വ്യാപിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരന്മാരെ, കാലം എത്ര കഴിഞ്ഞുപോയി, എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടു. ഈ കാലഘട്ടത്തിൽ ഇസ്ലാം എന്ന് പഠിപ്പിക്കപ്പെടുന്ന പലതും ഇസ്ലാമുമായി ലവലേശം ബന്ധമില്ലാത്ത, ഇസ്ലാമിന്റെ നിയമങ്ങളുമായി പ്രവാചകന്റെ സുന്നത്തുമായി യാതൊരു വിധത്തിലും ബന്ധവുമില്ലാത്ത എത്ര കാര്യങ്ങളാണ് ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ളത്. പലരും അത് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സുന്നത്താണ് എന്നാണ്. പലർക്കും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ മനസ്സിൽ സങ്കോചമാണ്, ഭയമാണ്. ഞാനിത് ഒഴിവാക്കിയത് സുന്നത്തല്ലേ, അതിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളുകളെ പോലും പലപ്പോഴും മുദ്ര കുത്താറുള്ളത് അവർ സുന്നത്തിനെ ഒഴിവാക്കുന്ന ആളുകൾ, പ്രവാചകന് സ്നേഹമില്ലാത്ത ആളുകൾ, പ്രവാചകന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്യാൻ പിന്നോട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറയുമാറ് ജനങ്ങൾക്കിടയിൽ അത്രമാത്രം ബിദ്അത്തുകൾ വ്യാപിക്കുകയാണ്. നമ്മൾ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ജനങ്ങൾക്കിടയിൽ നിന്ന് ഇൽമു ഉയർത്തപ്പെടും, അറിവ് ഉയർത്തപ്പെടും. പ്രവാചകനാണ് പറഞ്ഞു നൽകുന്നത്, ഇന്നല്ലാഹ ലാ യൻതസിഉൽ ഇൽമ മിനൻ നാസ് ഇന്തിസാഅ. റബ്ബ് അറിവ് ജനങ്ങളിൽ നിന്നൊരൊറ്റ ഊരിയെടുക്കുകയല്ല ചെയ്യുക. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ജനങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അറിവുകളെയൊക്കെ റബ്ബ് അങ്ങനെ അങ്ങോട്ട് ഉയർത്തിക്കളയുകയല്ല ചെയ്യുക. മറിച്ച് പ്രവാചകൻ പറയുന്നു, വലാകിൻ യഖ്ബിദു അൽ ഉലമ. റബ്ബ് പണ്ഡിതന്മാരെ മരിപ്പിക്കും. അല്ലേ, നമുക്കറിയാം മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരു കാലത്ത് എത്രമാത്രം പണ്ഡിതന്മാർ ജീവിച്ചിരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇന്ന് നമുക്കിടയിൽ എത്രമാത്രം പണ്ഡിതന്മാരുടെ ദൗർലഭ്യമുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ശരിക്ക് ദീൻ പഠിച്ച്, ശരിക്ക് ദീൻ ജീവിതത്തിൽ അനുവർത്തിച്ച് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ ദൗർലഭ്യം എത്രമാത്രമാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനു ശേഷം പ്രവാചകൻ പറയുന്നു, അവരോടുകൂടെ ഇൽമു ഉയർത്തപ്പെടും. ഈ പണ്ഡിതന്മാർ മരിക്കുമ്പോൾ അവരോടുകൂടെ അറിവും ഉയർത്തപ്പെടും. എന്നിട്ടോ ജനങ്ങൾക്കിടയിൽ പിന്നെ വ്യാപിക്കുക അറിവില്ലാത്ത ആളുകളായിരിക്കും. ജനങ്ങൾക്കിടയിൽ പിന്നെ അവശേഷിക്കുന്നത് അറിവില്ലാത്ത ആളുകളായിരിക്കും. അവർ നേതൃസ്ഥാനത്തേക്ക് വരും. ഇതൊക്കെ പഠിപ്പിച്ചു തരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്നിട്ട് യുഫ്തൂനഹും ബിഗൈരി ഇൽമിൻ, അറിവില്ലാത്ത വിഷയങ്ങളിലൊക്കെ ഒരു ഫത്വ കൊടുക്കാൻ തുടങ്ങും. ഈ ആളുകൾ പിഴക്കും, മറ്റുള്ളവരെ അവർ പിഴപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സഹോദരന്മാരെ, നമ്മളെ ചിന്തിപ്പിക്കേണ്ടത് ജനങ്ങൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള പലതരത്തിലുള്ള പുത്തനാചാരങ്ങളെ സംബന്ധിച്ച് പറയപ്പെടും യഥാർത്ഥത്തിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാവണം, മനസ്സിലാക്കാൻ തയ്യാറാവണം. ഏതൊരു കാര്യവും നമുക്ക് ഉരച്ചു നോക്കാൻ ഖുർആനുണ്ട്, നമ്മളുടെ മുൻപിൽ സുന്നത്തുണ്ട്. അത് മഹാന്മാരായ സ്വഹാബികൾ എങ്ങനെ മനസ്സിലാക്കി എന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അത് വെച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, എന്താണ് ദീനിലുള്ളത്, എന്താണ് ദീനിലില്ലാത്തത്. ഇത് നമ്മൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവേണ്ടതുണ്ട്.
ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ അവബോധം എനിക്കുണ്ടാവേണ്ടതുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ബിദ്അത്തുകളെ സംബന്ധിച്ച് പഠിക്കുക എന്നത് നിർബന്ധമാണ്. കാരണം എന്താണ്? ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കൽ നിർബന്ധമാണ്. എന്തുകൊണ്ട്? ബിദ്അത്ത് പഠിക്കുക എന്നത് നിർബന്ധമാണ്. ബിദ്അത്തുകളിൽ നിന്ന് മാറി നിൽക്കൽ എത്രമാത്രം നിർബന്ധമാണോ അതുപോലെ തന്നെയാണ് ബിദ്അത്തിനെ സംബന്ധിച്ച് പഠിക്കലും. അതിനെ സംബന്ധിച്ച് പഠിച്ചാലാണ്, മനസ്സിലാക്കിയാലാണ് നമുക്കതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുക. പലപ്പോഴും ഇന്ന് ആളുകൾക്കിടയിൽ വ്യാപിച്ചിട്ടുള്ള പല ബിദ്അത്തുകളും ന്യായമായി പറയാറെന്താണ്? നല്ലതല്ലേ എന്നാണ്, അല്ലേ? ജനങ്ങൾക്കിടയിൽ നിന്ന് വ്യാപിച്ചിട്ടുള്ള ബിദ്അത്തുകളെ സംബന്ധിച്ച് വിമർശന ബുദ്ധിയാ ചോദിക്കുമ്പോൾ, നിങ്ങൾ എന്തിനിത് കൊണ്ടാടപ്പെടുന്നു, എന്തിന് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും തിരിച്ചു ചോദിക്കും, ഞങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല നല്ല കാര്യങ്ങളല്ലേ, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ദീനിന് വിരുദ്ധമായി എന്താണുള്ളത്, ഞങ്ങൾ ദിക്ർ ചൊല്ലുകയല്ലേ, ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതല്ലേ, അങ്ങനെ നന്മയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ലേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ എന്ന് ചോദിക്കും. യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കൃത്യമായി പഠിപ്പിച്ചു നൽകുന്നു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നഹു ലൈസ ശൈഉൻ ലൈസ മിൻ ശൈഇൻ, ഏതൊരു കാര്യമുണ്ടോ യുഖർരിബുകും മിനൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന, വയുബാഇദുകും അനിന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന ഏതൊക്കെ കാര്യമുണ്ടോ, ഇല്ലാ ഖദ് അമർതുകും ബിഹി, ഞാൻ നിങ്ങളോടത് കൽപ്പിക്കാതിരുന്നിട്ടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏതൊരു കാര്യവും നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റുന്ന എന്തുണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നൽകാതെ പോയിട്ടില്ല. വഇന്നഹു ലൈസ ശൈഉൻ യുഖർരിബുകും മിനന്നാർ വയുബാഇദുകും അനിൽ ജന്ന, അതുപോലെ തന്നെ നിങ്ങളെ നരകത്തിലേക്ക് അടുപ്പിക്കുകയും സ്വർഗത്തിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ഏതൊരു തിന്മയുമുണ്ടോ, ഇല്ലാ ഖദ് നഹൈതുകും അൻ, ഞാൻ അതിൽ തൊട്ട് നിരോധിക്കാതിരുന്നിട്ടില്ല. പ്രവാചകൻ എല്ലാ നന്മകളും പഠിപ്പിച്ചു നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. ഏതൊരു ഖൈറും പ്രവാചകൻ അറിയിച്ചു നൽകിയിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ദീനിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാള് ദീനിലൊരു പുത്തനാചാരം കൊണ്ടുവന്നു, ദീനിലില്ലാത്ത ഒരു കാര്യം ഒരാൾ കൊണ്ടുവന്നു, എന്നിട്ട് അയാൾ പറയുന്നത് യറാഹ ഹസന, അയാൾ പറയുന്നത് നല്ലൊരു കാര്യമാണ് എന്നാണ്, ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദീനിലൊരു പുത്തനാചാരം കൊണ്ടുവന്നു. പണ്ഡിതന്മാർ പറയുകയാണ്, ഫഖദ് സഅമ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, ഇയാൾ യഥാർത്ഥത്തിൽ വാദിക്കുന്നത് പ്രവാചകൻ അവിടുന്നിന്റെ പ്രവാചകത്വത്തിൽ, അഥവാ പ്രവാചകനെ ഏൽപ്പിച്ച റിസാലത്ത് എന്ന ദൗത്യത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ബിദ്അത്ത്, ഒരാൾ ഒരു നന്മ, ഒരു പ്രവർത്തനം പ്രവർത്തിക്കുകയും ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം കൊണ്ടുവരികയും എന്നാൽ അയാൾ ജൽപ്പിക്കുകയാണ്, അയാൾ പറയുകയാണ് ഈ കാര്യം അത് നല്ല ഒരു കാര്യമാണ് കേട്ടോ, നല്ല ഒരു പ്രവർത്തനമാണ് കേട്ടോ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങളോട് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാള് റിസാലത്തിൽ പ്രവാചകൻ വഞ്ചന കാണിച്ചു എന്നാണ് പറയുന്നത്. കാരണം എന്താ? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു അയച്ചിട്ട് ഈ ദീനിന്റെ മുഴുവൻ മേഖലകളും പ്രവാചകൻ എത്തിച്ചു നൽകി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു നന്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയിട്ടില്ല. അതുകൊണ്ടല്ലേ നമ്മൾ വിശുദ്ധ ഖുർആനിലെ വചനം എന്താണ്? അൽ യൗമ, ഇന്നേ ദിവസം, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ ദീനെ നാം ഇതാ പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു. ഇത് റബ്ബാണ് പറയുന്നത്, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. ഇതാ നിങ്ങളുടെ ദീൻ ഇതാ പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു, ഇനി അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കാനില്ല, വെട്ടിക്കുറക്കാനില്ല. പരിപൂർണമായ ഒന്നിനെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ മുമ്പിലേക്ക് വെച്ച് തരുന്നത്. ഞാൻ നിങ്ങൾക്കത് തൃപ്തിപ്പെട്ടു നൽകിയിരിക്കുന്നു. റബ്ബ് പറയുകയാണ്, ആ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു നൽകിയിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ് പിന്നെ എങ്ങനെയാണ് സഹോദരന്മാരെ ആ ദീനിലില്ലാത്ത ഒരു കാര്യം നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുക? അതുകൊണ്ടാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പോലെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് ഫമാ ലം യകുൻ യൗമഇദിൻ ദീനൻ ഫലാ യകൂനുൽ യൗമ ദീനാ. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്തൊക്കെ ദീനായിട്ടുണ്ടോ അതൊക്കെ ദീനാണ്. പ്രവാചകന്റെ കാലഘട്ടത്തിന് ശേഷം ദീനിലേക്ക് എന്തൊക്കെ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടോ അതൊന്നും ദീനല്ല എന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയാൻ കാരണം, അപ്പൊ ദീൻ മനസ്സിലാക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമാണ്. അത് പഠിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. നമുക്ക് മാറ്റുരക്കാൻ
ശരിയായ ദീനിനെ മനസ്സിലാക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ നമ്മളുടെ മുൻപിലുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസുകൾ നമ്മളുടെ മുൻപിലുണ്ട് അല്ലേ? ഇന്ന് പല ബിദ്അത്തുകളും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് നമ്മൾ ചോദിക്കുന്നു, ഖുർആനിലുണ്ടോ? പലപ്പോഴും മറുപടിയില്ല. സുന്നത്തിലുണ്ടോ? അപ്പോഴും മറുപടിയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച, സ്വഹാബത്ത് ജീവിച്ച കാലഘട്ടത്തിലുണ്ടോ? അപ്പോഴും മറുപടിയില്ല. എന്നിട്ടും ഇതെങ്ങനെ പ്രവാചകനിലേക്ക് ചേർക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇതൊരു മികച്ച ഒരു പ്രവർത്തനമായി പറയാൻ സാധിക്കുക? അപ്പോൾ അവർക്ക് ന്യായീകരണം പറയാനുള്ളത്, ഞങ്ങൾ ചെയ്യുന്നത് ഇത്തരത്തിൽ നല്ല നല്ല കാര്യങ്ങളല്ലേ എന്നാണ്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകൻ എല്ലാ നന്മകളും നമുക്ക് പഠിപ്പിച്ചു നൽകി. പിന്നെ എങ്ങനെയാണ് നമ്മളുടെ വകയായൊരു നന്മ നമുക്ക് മുന്നോട്ട് വെക്കാൻ ദീനിന്റെ വിഷയത്തിൽ പറയാൻ സാധിക്കുക? മാത്രമല്ല, നമ്മൾ ചിന്തിച്ചു നോക്കുക, എല്ലാ ആഴ്ചയിലും എല്ലാ വെള്ളിയാഴ്ചയിലും നമ്മൾ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എല്ലാ ജുമുഅ ഖുത്ബകളിലൂടെയും അതിന്റെ പ്രാരംഭഘട്ടത്തിൽ നമ്മൾ കേൾക്കുകയാണ്, കുല്ലു ബിദ്അത്തിൻ ളലാല, കുല്ലു ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തും ളലാലത്താണ്. ഏതെങ്കിലും ഒരു ബിദ്അത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ലതാണെന്ന് പഠിപ്പിച്ചോ? ദീനിൽ ചില കാര്യങ്ങൾ പുതുതായി കൂട്ടിച്ചേർക്കുന്നത് നല്ലതാണെന്ന് പഠിപ്പിച്ചോ? ഇല്ല. അവിടെ പ്രയോഗിച്ചത് കുല്ലു ബിദ്അത്തിൻ എന്നാണ്. എല്ലാ പുത്തനാചാരങ്ങളും അത് ളലാലത്താണ്, വഴികേടാണ്. ഒന്നും നമുക്ക് സ്വീകരിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഇനി സഹോദരന്മാരെ, പലപ്പോഴും ഇത്തരത്തിൽ പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷവുമായി ബന്ധപ്പെട്ട് ബിദ്അത്തുകൾ ജനങ്ങൾക്കിടയിൽ കടത്തിക്കൂട്ടിയ ആളുകളോട് പലപ്പോഴും ഈ ജന്മദിനം പോലെയുള്ള ആഘോഷങ്ങൾ അത് ദീനിലില്ലാത്തതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുകയാണ്, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ അസന്നിഗ്ധമായി നമ്മളോട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ. എത്ര പ്രസക്തമായ വിശുദ്ധ ഖുർആനിന്റെ വചനമാണ്! നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ പ്രവാചകനെ അവരോട് പറയുക, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, നിങ്ങൾ എന്നെ പിൻപറ്റണം, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റണം. അപ്പൊ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പ്രവാചകനെ പിൻപറ്റിയിട്ടാണ്. ദീനിൽ ഇല്ലാത്ത കാര്യങ്ങൾ കടത്തിക്കൂട്ടി അത് ജനങ്ങൾക്കിടയിൽ പറയുകയും പഠിപ്പിക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കരുത് പ്രവാചക സ്നേഹം പഠിപ്പിക്കേണ്ടത്. എത്ര സംഭവങ്ങളാണ് സഹോദരന്മാരെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ പ്രവാചകനെ അവരെ അനുധാവനം ചെയ്തതിന് എത്രയോ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ എന്തു ചെയ്യുന്നു എന്ന് കണ്ണ് ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. പ്രവാചകന്റെ ഓരോ ചലനങ്ങളും പ്രവാചകന്റെ ഓരോ പ്രവർത്തനങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ ചിരിക്കുന്നത്, പ്രവാചകൻ കരയുന്നത്, പ്രവാചകന്റെ ജീവിതത്തിൽ ചെയ്യുന്ന നടപ്പ്, ഇരിപ്പ്, കിടപ്പ് എന്ന് വേണ്ട പ്രവാചകനുമായി ബന്ധപ്പെട്ട ഒന്നും അവർ നഷ്ടപ്പെടുത്താതെ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. ആ പ്രവാചകൻ കാണിച്ചു നൽകിയ ഇത്രമാത്രം വരച്ചു കാട്ടപ്പെട്ട ഒരു ജീവിതം നമ്മളുടെ മുൻപിലുണ്ടായിരിക്കെ പിന്നെ അതിന് പുറമെ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേകമായ ഒരു കർമ്മം, ഒരു പ്രത്യേകമായ ഒരു പ്രവർത്തനം നമ്മളായിട്ട് കൊണ്ടുവരിക, എന്താണ് അതിന്റെ പ്രസക്തി എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. എന്താണ് അതിന്റെ ആവശ്യകത എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്തുകൾ തന്നെ മതിയായതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അത് തന്നെ നമ്മൾ എത്ര പ്രാധാന്യത്തോടുകൂടെ നിർവഹിക്കാൻ എത്രമാത്രം അവശേഷിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്താക്കപ്പെട്ട നമസ്കാരങ്ങൾ അല്ലെ, റവാത്തിബ് നമസ്കാരങ്ങൾ ഒരു ദിവസത്തിൽ പ്രവാചകൻ നമ്മളോട് നിർവഹിക്കാൻ വേണ്ടി കൽപ്പിച്ചതാണ്. നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ റവാത്തിബിന്റെ സുന്നത്തുകൾ നമ്മളോട് പഠിപ്പിച്ചു. രാത്രി നമസ്കാരങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇതിനൊക്കെ പുറമെ പള്ളിയിലേക്ക് കയറുമ്പോഴും പള്ളിയിൽ ഇറങ്ങുമ്പോഴും വീട്ടിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും യാത്രയും അങ്ങനെ നിരവധിയിടങ്ങളിൽ പ്രവാചകൻ അദ്കാറുകൾ പഠിപ്പിച്ചു. അല്ലേ, ഇങ്ങനെ പ്രവാചകന്റെ ജീവിതത്തിലെ സുന്നത്തുകൾ ഓരോന്ന് പഠിച്ചെടുത്ത് അത് ജീവിതത്തിൽ പകർത്തി. സുന്നത്താക്കപ്പെട്ട നോമ്പുകളുണ്ട്, ആ നോമ്പുകൾ ജീവിതത്തിൽ അനുഷ്ഠിച്ച് പ്രവാചകൻ പഠിപ്പിച്ചു നൽകിയത് തന്നെ കൃത്യമായി നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമ്മൾ സന്നദ്ധരായാൽ എത്രമാത്രമുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ സുന്നത്തിനേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യം ഇത്തരത്തിലുള്ള ബിദ്അത്തുകളിലായിരിക്കും. ആ ബിദ്അത്തുകൾ പ്രവർത്തിക്കാൻ മുന്നിട്ടിറങ്ങുന്നവരായിരിക്കും പലപ്പോഴും.
സുബഹ് ജമാഅത്ത് കളഞ്ഞാലും അത് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കണം റോഡിടങ്ങളിൽ മറ്റിതര സ്ഥലങ്ങളിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ തിരിച്ചറിയുക, ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹപ്രകടനത്തിന്റെ ഭാഗമല്ല. സ്വഹാബികൾ എങ്ങനെ കാണിച്ചു നൽകി ഈ പ്രവാചകന്റെ സ്നേഹം നമ്മൾ ചിന്തിച്ചു നോക്കുക. ഏതെങ്കിലും ഒരു സ്വഹാബി ആ സ്വഹാബിയുടെ പ്രവാചകനോടുള്ള സ്നേഹം ഒരു തുലാസിന്റെ ഒരു തട്ടിലും, നമ്മളുടെ മുഴുവൻ ആളുകളുടെയും പ്രവാചകനോടുള്ള സ്നേഹം ഒരു തുലാസിന്റെ മറുതട്ടിലും വെച്ചാൽ നമ്മളുടെ സ്നേഹം ഒരു കാരണവശാലും അവരോട് തുല്യമായി തീരുകയില്ല. അത്രമാത്രം പ്രവാചകനോട് സ്നേഹമുള്ളവരായിരുന്നു ആ സ്വഹാബത്ത്. അവർക്കാർക്കും ഇത് പരിചയമില്ല. പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ, പ്രവാചകന്റെ മൗലിദുകൾ ആഘോഷിക്കുന്ന ആളുകൾ അവരോട് ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. പ്രവാചകന്റെ സ്വഹാബത്തിനിടയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും ഇല്ല എന്ന് പറയും. മറ്റൊരു കൂട്ടരാവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആനിലുണ്ട്, സുന്നത്തിലുണ്ട് എന്ന് ഖുർആനിന്റെ അധ്യാപനങ്ങൾ കൊണ്ടുവരും, സുന്നത്തിന്റെ അധ്യാപനങ്ങൾ കൊണ്ടുവരും. അടുത്ത ചോദ്യമാണ്, ഈ ഖുർആനിക വചനം കൊണ്ട് സ്വഹാബത്ത് എവിടെയാണ് മൗലിദ് ആഘോഷിച്ചത്? എവിടെയാണ് ഇത്തരത്തിലുള്ള വിദഅത്തുകൾ അനുഷ്ഠിച്ചത്? ഈ രണ്ട് ചോദ്യത്തിനും മറുപടിയുണ്ട് അല്ലേ? ചിന്തിച്ചു നോക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചു നൽകിയിട്ടില്ല എങ്കിൽ നമുക്കത് വേണ്ട. ഇനി ഖുർആനിലുണ്ടോ സുന്നത്തിലുണ്ടോ? ശരി, ഖുർആനിൽ നിങ്ങൾ പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ വചനം, ഹദീസിന്റെ വചനം, ആ ഹദീസിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഖുർആനിക വചനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബികൾ ചെയ്തു കാണിച്ചു നൽകിയത് എവിടെയാണ്? അതുകൊണ്ട് സഹോദരന്മാരെ, ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ ജനങ്ങൾക്കിടയിൽ വ്യാപിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകനോടുള്ള യഥാർത്ഥത്തിലുള്ള സ്നേഹം നമ്മൾ അങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്. പ്രവാചകന്റെ പേരിൽ, ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ ഇല്ലാത്തത് കെട്ടിച്ചമച്ച് ആഘോഷിക്കപ്പെടുമ്പോ, ആചരിക്കപ്പെടുമ്പോ അത് ദീനിലില്ല എന്ന് പറയാനുള്ള ആർജവം കാണിച്ചുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ وما كنا لنهتدي لولا أن هدانا الله وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ, ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നത് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. നമ്മൾ സംസാരത്തിൻ്റെ ആരംഭത്തിൽ മനസ്സിലാക്കിയതുപോലെ ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ അഹ്കാമുകളും അത് നമുക്ക് വേണ്ടി, വിശ്വാസികളായ മുസ്ലിമീങ്ങളായ നമുക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയും ഇറക്കി നൽകിയതാണ്. അത് പഠിക്കുക, മനസ്സിലാക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. അതുപോലെ തന്നെ ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യം കൈയൊഴിക്കുക, അതിൽ നിന്ന് മാറി നിൽക്കുക എന്നതും വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ബാധ്യത തന്നെയാണ്. ഈ രണ്ടു മേഖലകളും വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ നമ്മളതിൻ്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ, ജനങ്ങൾക്കിടയിൽ നിന്ന് നിലനിൽക്കുന്ന പല ബിദ്അത്തുകളുടെയും ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സ്വഹാബത്തിലേക്കോ താബിഈങ്ങളിലേക്കോ തബഉ താബിഈങ്ങളിലേക്കോ പോയി ചേരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ഈ ബിദ്അത്തിന്റെ തന്നെ, അഥവാ പ്രവാചകന്റെ മൗലിദുമായി ബന്ധപ്പെട്ട് നടത്തപ്പെടുന്ന ബിദ്അത്ത് തന്നെ, ഇത് ആചരിക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഫാത്തിമിയാക്കൾ പോലെയുള്ള ഷിയാക്കളിൽപ്പെട്ട വിഭാഗം ആളുകളാണിത് ആദ്യമായി ഇത് ആരംഭിച്ചത് എന്നാണ്. ചിന്തിച്ചു നോക്കണം. ഇസ്ലാമിൽ നിന്ന് പിഴച്ചുപോയ ഷിയാക്കളെ പോലെയുള്ള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനെ ചീത്ത വിളിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും പേര് പറഞ്ഞാൽ ലഅനത്ത് പറയുന്ന ഷിയാക്കളെ പോലെയുള്ള ആളുകൾ അവർ ആരംഭിച്ചു വെച്ച, ആചരിച്ചു വെച്ച ഒരു പ്രവർത്തനമാണെന്ന് ജനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ മഹത്വമാണത്, പ്രവാചകന്റെ മഹത്വം ജനങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കാനാണത് എന്ന പേരിൽ ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത് ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ ബിദ്അത്തുകളിൽ പെട്ടുപോവുക എന്നുള്ളത് അത് ഏറെ ഗൗരവമുള്ള വിഷയവുമാണ്. പണ്ഡിതന്മാർ പറയുകയാണ്, സുഫിയാൻ സൗരി റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുകയാണ്, അൽ ബിദ്അതു അഹബ്ബു അലാ ഇബ്ലീസ്. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം ബിദ്അത്താണ് ഏറ്റവും പ്രിയപ്പെട്ടത്.
കാരണം ഒരാളൊരു മഅസിയത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ, അയാൾ ഒരു പക്ഷേ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഒരാളൊരു മദ്യപാനിയാണ് അല്ലെങ്കിൽ ഒരു വ്യഭിചാരിയാണ് എങ്കിൽ അയാൾ ഇന്നോ നാളെയോ ആ തെറ്റിനെ സംബന്ധിച്ച് തിരിച്ചറിയും. കാരണം മദ്യം കുടിക്കുന്ന ആളുകൾക്കറിയാം ഇത് തെറ്റാണ്, ഇത് ചെയ്യുന്നത് തിന്മയാണ്. അതല്ലെങ്കിൽ വ്യഭിചരിക്കുന്ന ഒരാൾക്കറിയാം ഇത് തെറ്റാണ്, തിന്മയാണ്. അയാളൊരു പക്ഷേ നാളെ അതിനെക്കുറിച്ച് ചിന്തിച്ച് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് മാറിയേക്കും. പക്ഷേ ബിദ്അത്തുകാരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഞാൻ ഈ ചെയ്യുന്നത് ദീനുൽ ഇസ്ലാമിൽപ്പെട്ട കാര്യമാണ് എന്നാണ്, ഞാൻ ഈ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ദീനിൽപ്പെട്ട കാര്യമാണ്, അതുകൊണ്ട് ഞാനിത് പ്രവർത്തിക്കുന്നതിലൂടെ റബ്ബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. സഹോദരന്മാരെ, ആ തെറ്റിദ്ധാരണ മാറാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശരിയായ ദീൻ എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനായി പഠിപ്പിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയ പ്രവാചകന്റെ സംസാരങ്ങളിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, മൗനാനുവാദങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകിയ സുന്നത്ത് നമ്മുടെ മുൻപിലുണ്ട്. അത് സ്വഹാബത്ത് നമുക്ക് ജീവിച്ചു കാണിച്ചു നൽകിയിട്ടുണ്ട്. അത് നമ്മൾ പഠിക്കാൻ തയ്യാറാവണം, മനസ്സിലാക്കാൻ തയ്യാറാവണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ കൃത്യമായ അവബോധം നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഭയപ്പെടുകയും റബ്ബിനെ സൂക്ഷിക്കുകയും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അറിഞ്ഞുമറിയാതെയും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശാരീരികമായ രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കടം കൊണ്ട് പറയുന്ന സാമ്പത്തിക പരാധീനതകളുള്ള ആളുകളുടെ പ്രയാസങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നീക്കം ചെയ്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മാനസിക വ്യഥയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ഖബറിടങ്ങൾ വിശാലമാക്കുകയും നാളെ നമ്മോട് ഒരുമിച്ച് ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്നിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.